ഗേഡയുടെ സങ്കടക്കഥ കേട്ട രാജകുമാരനും രാജകുമാരിക്കും അവളോട് വലിയ അനുകമ്പ തോന്നി. ആ ഇരുണ്ട മുറിയിൽ സ്നേഹത്തിന്റെ വെളിച്ചം പരന്നു. അവളെ സഹായിക്കാൻ അവർ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ ഗേഡ ഒരു കൊച്ചു രാജകുമാരിയെപ്പോലെ ഒരുങ്ങി. പട്ടുവസ്ത്രങ്ങളും രോമം കൊണ്ട് തുന്നിയ ബൂട്ടുകളും ധരിച്ച് അവൾ കണ്ണാടിയിൽ നോക്കി. അവളുടെ കണ്ണുകളിൽ പുതിയൊരു ആത്മവിശ്വാസം മിന്നിത്തിളങ്ങി. കൊട്ടാരമുറ്റത്ത് തിളങ്ങുന്ന ഒരു സ്വർണ്ണരഥം അവൾക്കായി ഒരുങ്ങി. നിറയെ മധുരപലഹാരങ്ങളും പഴങ്ങളുമായി ഗേഡ ആ രഥത്തിൽ കയറി. കെയെ തേടിയുള്ള അവളുടെ യാത്ര ഗംഭീരമായി പുനരാരംഭിച്ചു. സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാത്ത ആ കൊടും കാട്ടിലൂടെ സ്വർണ്ണരഥം നീങ്ങുകയായിരുന്നു. കാടിന്റെ ഇരുളിൽ ആ രഥം ഒരു വിളക്കുപോലെ തിളങ്ങി. അത് കണ്ട് ദൂരെ എവിടെയോ ഒലിച്ചിരുന്ന ക്രൂരന്മാരായ കൊള്ളക്കാരുടെ കണ്ണുകൾ വിടർന്നു. അപ്രതീക്ഷിതമായി കൊള്ളക്കാർ രഥത്തിനു മുകളിലേക്ക് പാഞ്ഞെടുത്തു. വലിയൊരു ബഹളത്തോടെ അവർ രഥം വളഞ്ഞു. രഥത്തിനുള്ളിൽ ഭയന്നു വിറച്ചിരുന്ന ഗർഡയുടെ നേർക്ക് ഒരു കൊള്ളക്കാരൻ തന്റെ മൂർച്ചയുള്ള കത്തി ഓങ്ങി. മരണം തൊട്ടടുത്തെത്തിയ ആ നിമിഷം ഗർഡ തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. എല്ലാം അവസാനിച്ചുവെന്ന് അവൾ കരുതി. പെട്ടെന്ന് വന്യമായ കണ്ണുകളുള്ള ഒരു കൊള്ളക്കാരത്തി പെൺകുട്ടി മുന്നിലേക്ക് ചാടി വീണു. "ഇവളെന്റെ കൂട്ടുകാരിയാണ്" എന്നവൾ ഉറക്കെ പ്രഖ്യാപിച്ചു. കൊള്ളക്കാരുടെ ഇടയിൽ നിന്നും അവൾ ഗർഡയെ സ്വന്തമാക്കി. അങ്ങനെ ഗർഡയെ അവൾ കൊള്ളക്കാരുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി. പുക നിറഞ്ഞ കല്ലുകൾ പാകിയ ആ വലിയ ഹാൾ ബഹളം കൊണ്ട് നിറഞ്ഞിരുന്നു. ഭയപ്പെടുത്തുന്ന ആ അന്തരീക്ഷത്തിൽ ഗർഡ ഒരു പുതിയ തടവുകാരിയെപ്പോലെ നിന്നു. അന്ന് രാത്രി കൊള്ളക്കാരത്തിയുടെ നിധിശേഖരത്തിനടുത്താണ് ഗർദ ഉറങ്ങാൻ കിടന്നത്. അവിടെ കുറേ പ്രാവുകളും കഴുത്തിൽ ഇരുമ്പ് ചങ്ങലയിട്ട ഒരു വലിയ മാനുമുണ്ടായിരുന്നു. കയ്യിൽ കത്തിയുമായി ഉറങ്ങുന്ന ആ പെൺകുട്ടിയെ പേടിച്ച് ഗർദ വിറച്ചുകൊണ്ടിരുന്നു. ഗർദയുടെ കരച്ചിൽ കേട്ട് പ്രാവുകൾ അവളോട് രഹസ്യമായി സംസാരിച്ചു. "ഞങ്ങൾ നിന്റെ കെയിനെ കണ്ടു," അവ പറഞ്ഞു. മഞ്ജുറാണിയുടെ വെളുത്ത രഥത്തിൽ വടക്കോട്ട് പോവുകയായിരുന്നു അവൻ. അവർ ലാപ്ലാൻഡിലേക്കാണ് പോയത്. തന്റെ നാടിന്റെ പേര് കേട്ടപ്പോൾ ആ മാൻ ആവേശത്തോടെ തലയുയർത്തി. "അതൊരു അത്ഭുത ലോകമാണ്," അവൻ വിളിച്ചു പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എവിടെയാണെന്ന് അവൾക്ക് ഒടുവിൽ മനസ്സിലായിരിക്കുന്നു. തടവിലാക്കപ്പെട്ട ആ മാനിന്റെ കണ്ണുകളിലും തന്റെ പ്രിയപ്പെട്ട നാട്ടിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം നിഴലിക്കുന്നുണ്ടായിരുന്നു. നേരം പുലർന്നപ്പോൾ ഗർദ തന്റെ കഥയെല്ലാം കൊള്ളക്കാരത്തിയോട് പറഞ്ഞു. അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ ആ പരുക്കൻ സ്വഭാവക്കാരിയുടെ ഉള്ളിൽ അലിവ് തോന്നി. ഇത്രയും ദൂരം തന്റെ സുഹൃത്തിനെ തേടി വന്ന് ഗർദയെ സഹായിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഉടനെ തന്റെ മൂർച്ചയുള്ള കത്തിയെടുത്ത് അവൾ ആ മാനിന്റെ കെട്ടുകൾ അറുത്തുമാറ്റി. ഗർദയെ സുരക്ഷിതമായി ആ മാനിന്റെ പുറത്തിരുത്തി. കൊള്ളക്കാരത്തിയുടെ ആ അപ്രതീക്ഷിത സ്നേഹം ഗർദയ്ക്ക് പുതിയൊരു കരുത്തു നൽകി. കാടിന്റെ ഇരുളിൽ നിന്നും ആ മാൻ വെളിയിലേക്ക് കുതിച്ചു പാഞ്ഞു. അതിശക്തമായ തണുത്ത കാറ്റിനെ വകഞ്ഞുമാറ്റി അവർ മുന്നോട്ടു കുതിച്ചു. പ്രാവുകൾ നൽകിയ അറിവും കൊള്ളക്കാരത്തി നൽകിയ സഹായവുമായി ഗർദ ഇപ്പോൾ തന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ആ കുഞ്ഞി കുടിലിനു മുന്നിൽ മാൻ ചെന്നു നിന്നു. ഒരു കളിപ്പാട്ട വീട് പോലെ തോന്നിക്കുന്ന ആ ചെറിയ വാതിലിലൂടെ ഗേഡ മുട്ടുകുത്തി അകത്തേക്ക് കയറി. ഉള്ളിൽ ഒരു വൃദ്ധ മീൻ വറുക്കുന്ന തിരക്കിലായിരുന്നു. കൊള്ളക്കാരത്തി ഉണക്കമീനിൽ എഴുതിയ കത്ത് അവർ ഏറെ നേരം സൂക്ഷിച്ചു നോക്കി. ഗേഡയുടെ തളർന്ന മുഖം കണ്ടപ്പോൾ ആ പാവം സ്ത്രീയുടെ മനസ്സിൽ സ്നേഹവും ആശങ്കയും ഒരുപോലെ നിറഞ്ഞു. അവർ വടക്കു ദിശയിലേക്ക് വിരൽ ചൂണ്ടി. "ഇനിയും 100 മൈലുകൾ കൂടി പോകാനുണ്ട്," അവർ പറഞ്ഞു. ആ വൃദ്ധ മറ്റൊരു ഉണക്കമീനിൽ ചില സന്ദേശങ്ങൾ കുറിച്ചു. അത് ഗേർഡയ്ക്ക് നൽകിക്കൊണ്ട് അവർ യാത്രയാക്കി. ഗേർഡ ആ സന്ദേശം ഭദ്രമായി ഒളിപ്പിച്ചുവെച്ചു. വീണ്ടും ആ തണുത്ത രാത്രിയിലേക്ക് അവൾ ഇറങ്ങി. മാനിനോടൊപ്പം അവസാന പോരാട്ടത്തിനായി അവൾ യാത്ര തുടർന്നു. അവർ ഫിൻലാൻഡിലെ ഒരു സ്ത്രീയുടെ അരികിലെത്തി. ആ കുടിലിനുള്ളിൽ കഠിനമായ ചൂടായിരുന്നു. മരവിപ്പിക്കുന്ന തണുപ്പിൽ നിന്നും വന്ന മാനിന്റെ തലയിൽ അവളൊരു ഐസ് കട്ട വെച്ചു. മഞ്ഞുറാണിയെ തോൽപ്പിക്കാൻ ഗേർഡയ്ക്ക് എന്തെങ്കിലും മാന്ത്രിക മരുന്ന് നൽകണമെന്ന് അവൻ ആ സ്ത്രീയോട് കെഞ്ചി. ആ സ്ത്രീ ഒരു പഴയ പുരാതന ചുരുൾ പുറത്തെടുത്തു. വിചിത്രമായ അക്ഷരങ്ങൾ ആ ചുരുളിൽ നീലനിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. വിയർപ്പൊഴുക്കിക്കൊണ്ട് അവൾ ആ നിഗൂഢ സന്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചു.
അവൾ മാനിനെ മാറ്റി നിർത്തി രഹസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു. ഗേർഡയ്ക്ക് പുറത്തുനിന്നുള്ള ശക്തിയുടെ ആവശ്യമില്ലെന്ന് അവൾ വിശദീകരിച്ചു. നോക്കൂ, അവളൊരു ശക്തി മറ്റാരിലുമല്ല, അവളുടെ ഹൃദയത്തിലാണ്. അവളുടെ നിഷ്കളങ്കതയും സ്നേഹവുമാണ് ഏറ്റവും വലിയ ആയുധം. ഗേർഡയുടെ ഉള്ളിലെ ആ സ്നേഹത്തിന് മാത്രമേ കേയുടെ ഹൃദയത്തിലെ മഞ്ഞുരുകാൻ കഴിയൂ. നമ്മൾ നൽകുന്ന മറ്റൊരു മരുന്നിനും അവളെ സഹായിക്കാനാവില്ല. കേയെ രക്ഷിക്കാൻ അവൾക്ക് സ്വന്തം ശക്തിയെത്തന്നെ ആശ്രയിക്കേണ്ടിവരും. വൃദ്ധ ഗേർഡയെ മാനിന്റെ പുറത്തിരുത്തി ദൂരേക്ക് വിരൽ ചൂണ്ടി. വേഗം പോകൂ, അവൾ ആജ്ഞാപിച്ചു. ആ ചുവന്ന പഴങ്ങളുള്ള കുറ്റിച്ചെടിയിൽ നിന്നും മഞ്ഞുറാണിയുടെ സാമ്രാജ്യം തുടങ്ങുന്നു. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് കുതിക്കുക. മാൻ വായുവേഗത്തിൽ കുതിച്ചു പാഞ്ഞു. ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന വടക്കൻ വെളിച്ചം ഗേർഡയ്ക്ക് വഴികാട്ടിയായി. അലയടിക്കുന്ന മഞ്ഞുകാറ്റുകൊണ്ട് തീർത്തതായിരുന്നു മഞ്ഞുറാണിയുടെ കൊട്ടാരം. തിളങ്ങുന്ന ആ ഹിമമന്ദിരം മൈലുകളോളം പരന്നുകിടക്കുന്ന ഒരു തണുത്ത ശൂന്യതയായിരുന്നു. അവിടെ കാറ്റിന്റെ നിലവിളികളല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലായിരുന്നു. കൊട്ടാരത്തിന്റെ മധ്യത്തിലായി തകർന്ന ഒരു മഞ്ഞു തടാകമുണ്ടായിരുന്നു. കൃത്യമായ രൂപങ്ങളുള്ള 1000 കഷ്ണങ്ങളായി അത് ചിതറിക്കിടന്നു. വിവേകത്തിന്റെ കണ്ണാടി എന്ന് റാണി വിളിച്ചിരുന്ന ആ തടാകത്തിലിരുന്നാണ് അവൾ ലോകത്തെ നിരീക്ഷിച്ചിരുന്നത്. ആ കണ്ണാടി തടാകത്തിന്റെ നടുവിൽ കേയ് തനിച്ചിരിക്കുകയായിരുന്നു. തണുപ്പ് കാരണം കേയിന്റെ ശരീരം ഏതാണ്ട് നീലനിറമായിരുന്നു. മഞ്ഞുറാണിയുടെ ചുംബനം അവന്റെ ആത്മാവിനെപ്പോലും മരവിപ്പിച്ചിരുന്നു. മഞ്ഞുതുള്ളികൾ കൊണ്ട് നിത്യത എന്ന വാക്കുണ്ടാക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ വാക്ക് മിച്ചാൽ മഞ്ഞുറാണി അവന് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തിരുന്നു. പെട്ടെന്ന് കൊട്ടാരവാതിൽ തുറക്കപ്പെട്ടു. ഗേർഡ അകത്തേക്ക് ഓടിക്കയറി. തന്റെ പ്രിയപ്പെട്ട കേയിനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. പക്ഷേ കേയ് അനങ്ങാതെയിരുന്നു. സങ്കടം സഹിക്കാനാവാതെ ഗേർഡ പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുനീർ കേയുടെ നെഞ്ചിൽ വീണപ്പോൾ അവന്റെ ഹൃദയത്തിലെ ആ മഞ്ഞുപാളി ഉരുകാൻ തുടങ്ങി. ഹൃദയത്തിലെ മഞ്ഞുരുകിയപ്പോൾ കേയിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകി. ആ കണ്ണുനീരിനൊപ്പം അവന്റെ കണ്ണിലുണ്ടായിരുന്ന കണ്ണാടിച്ചില്ലും പുറത്തുപോയി. പെട്ടെന്ന് ലോകം പഴയതുപോലെ തെളിഞ്ഞുവന്നു. അവന് ചുറ്റുമുള്ള നിറങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. സ്നേഹത്തിന്റെ ആ ചൂടിൽ കൊട്ടാരത്തിലെ തണുപ്പെല്ലാം അപ്രത്യക്ഷമായി. അവർ വീണ്ടും ഒന്നായിരിക്കുന്നു. കൈകോർത്തു പിടിച്ച് അവർ മഞ്ഞുലോകത്തോട് വിട പറഞ്ഞു. റാണി ദൂരേക്ക് പറന്നുപോയി. ആ ഹിമകൊട്ടാരം മഞ്ഞിൽ അലിഞ്ഞു ചേർന്നു. അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. വഴിയിൽ വെച്ച് അവർ കൊള്ളക്കാരത്തി പെൺകുട്ടിയെ കണ്ടു. നീ ഭാഗ്യവാനാണ് എന്നവൾ കേയിനോട് ചിരിച്ചു പറഞ്ഞു. അവരോട് യാത്ര പറഞ്ഞ് അവൾ കുതിരപ്പുറത്ത് മറഞ്ഞു. തെക്കോട്ട് നടക്കുന്തോറും മഞ്ഞ് ഉരുകിത്തുടങ്ങി. തണുത്ത കാറ്റിനു പകരം ഇളം കാറ്റ് വീശി. വഴിയിലുടനീളം പൂക്കൾ വിരിഞ്ഞു. അവർ വളർന്നു വലുതായതായി തിരിച്ചറിഞ്ഞു. ഒടുവിൽ അവർ സ്വന്തം നഗരത്തിലെത്തി. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. വീട്ടിലെ ആ പഴയ റോസാപ്പൂക്കൾ അവർക്കായി വിരിഞ്ഞു നിന്നു. വസന്തം അവരെ വരവേറ്റു. ഹൃദയത്തിലെ മഞ്ഞുരുകി, ശാപങ്ങൾ മാറി. മുതിർന്നവരായെങ്കിലും ഉള്ളിലെ നിഷ്കളങ്കത അവർ കാത്തുസൂക്ഷിച്ചു. And so, the Snow Queen's tale concludes. Buy for more magical store venture.